ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പം നമ്മൾ അനന്തനടനത്തിൻ്റെ ബാലൻസ് കേൾക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരിക്കലും അനന്തനും രക്ഷയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുള്ളതായിട്ട് വീണയ്ക്കോ രത്തിനും മഹാദേവർക്കോ തോന്നിയില്ല. അവരുടെ ചിന്തകളിൽ രാഹുലിനെ സ്നേഹിക്കുന്ന ദക്ഷയാണുള്ളത്. പക്ഷേ അതല്ലല്ലോ സത്യമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അപ്പോൾ ബാക്കി കഥയിലേക്ക് നമുക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മീനൂട്ടി ഒരു വിവാഹമായിട്ട് തുണിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തയ്യുള്ള തുണികൾ ആ തുണിക്കടയിൽ തന്നെ പ്രത്യേക വിവാഹമുണ്ടായിരുന്നു, അവിടെ തന്നെ ഏൽപ്പിച്ചു. മീനൂട്ടിയുടെ തുണി ഉൾപ്പെടെ എല്ലാം ആ കടയിൽ തന്നെ തയ്ക്കാനായി ഏൽപ്പിച്ചു. ഇടയ്ക്ക് രാജീവ് മീനൂട്ടിയുടെ ഫോണിലൊക്കെ വിളിക്കാറുണ്ട്. അവർ തമ്മിൽ ഇപ്പോൾ അത്യാവശ്യം സംസാരിക്കാറുമുണ്ട്. അനന്തൻ അവർ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടാൽ ഇപ്പോൾ ഒന്നും പറയാറില്ലെങ്കിലും മീനൂട്ടിക്ക് ഉള്ളുകൊണ്ട് അനന്തനെ പേടിയാണ്. നാളെ നിശ്ചയമാണ്. രാജീവിനിടാനുള്ള മാലയും മോതിരവും രാഹുലിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വകയായിരുന്നു. അതും അനന്തന് ഭയങ്കര സർപ്രൈസായിരുന്നു. സ്വർണ്ണക്കടയിൽ ചെന്ന് സ്വർണ്ണം എടുത്ത് ബില്ലിടാൻ നേരം രാഹുൽ വന്ന ആ മാലയും മോതിരവും എടുത്ത് മാറ്റി വെച്ചു. അതിന് പ്രത്യേകം ബില്ലിടാൻ പറഞ്ഞു. എന്തിനാടാ എന്ന് ചോദിച്ചപ്പോൾ പറയാമെന്ന് മാത്രം പറഞ്ഞു. ബില്ലിട്ട് കഴിഞ്ഞപ്പോൾ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ കൊണ്ടുപോവുകയാണ്, 2 ദിവസം കഴിയുമ്പോഴേ അതങ്ങെത്തും എന്ന് പറഞ്ഞിട്ട് പോയി. ഇതിപ്പോൾ എന്തായെന്ന് മട്ടിൽ ചോദിച്ചപ്പോൾ ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് രാഹുൽ പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് രാഹുലിൻ്റെ അമ്മയും അച്ഛനും നിശ്ചയത്തിന് 2 ദിവസം മുമ്പ് വീട്ടിൽ വന്നിട്ട് പോകാറായപ്പോൾ അനന്തനെയും മീനൂട്ടിയെ വിളിച്ചിട്ട് അതവരെ ഏൽപ്പിച്ചു. ഞങ്ങളുടെ വകയാണ്, ഞങ്ങളുടെ മീനൂട്ടിക്ക്, ഞങ്ങളുടെ മകൾക്കെന്നും പറഞ്ഞ് കൊടുത്തപ്പോഴാണ് അത് ആ മാലയും മോതിരമാണെന്ന് അവർ അറിയുന്നത് തന്നെ. എല്ലാം അവർക്ക് അത്ഭുതങ്ങളായിരുന്നു. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർക്ക് സഹായം കിട്ടി. നാളെ അങ്ങനെ നിശ്ചയമാണ്. ഇവിടെ നിന്നും പോകുന്നവരെയൊക്കെ നേരത്തെ എത്താൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയ ദിവസം രാവിലെ മീനൂട്ടി ഒരുക്കി കൊണ്ടുപോയ കാർ ഓടിച്ചിരുന്നത് അനന്തനാണ്. ആ കാറിൽ തന്നെയാണ് ദക്ഷയും കൂട്ടുകാരികളും കയറിയത്. കുറേ ദിവസമായിട്ട് അനന്തൻ ദക്ഷയോട് സംസാരമില്ല. കാരണം അനന്തൻ വല്ലാത്ത തിരക്കിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവളെ ഒന്ന് കണ്ടത് തുണിയെടുക്കാൻ എല്ലാവരും കൂടെ വന്നപ്പോൾ മാത്രമാണ്. അന്ന് കടയിൽ ഒന്നും സംസാരിക്കാൻ പറ്റിയ സാഹചര്യവും ആയിരുന്നില്ല. കാരണം അന്ന് കല്യാണ സാരിയും നിശ്ചയത്തിൻ്റെ സാരിയൊക്കെ എടുത്തു കൊടുത്തത് രാഹുലായതുകൊണ്ട് തന്നെ അതിന് തിരക്കിലായിരുന്നു. അവളെല്ലായ്പ്പോഴും രാഹുലിൻ്റെ ഒപ്പവുമായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് കാണുന്നത്. ആ ഫ്രണ്ട് കണ്ണാടിയിൽ കൂടി അവളെ നോക്കി. എന്തൊരു സുന്ദരിയാണ് തൻ്റെ ദക്ഷ. അവന് എന്തുകൊണ്ടാണെന്നറിയില്ല, വല്ലാത്തൊരു ഇഷ്ടം അവളോട് തോന്നി. അവൾ കണ്ടിരുന്നു അവൻ നോക്കിയത്. അവൾ പുരികം പൊക്കി എന്തേ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് അവൻ ചുമൽ കുലുക്കി കാണിക്കുകയും ചെയ്തു. എന്നിട്ട് നോട്ടം അവളിൽ തന്നെയായിരുന്നു. അവൾക്ക് എന്തുകൊണ്ടോ നാണമെന്നോ. സാധാരണ ഇങ്ങനെയൊന്നും നോക്കാറില്ല. ഇതൊക്കെ കുറേ ദിവസമായി പരസ്പരം കണ്ടിട്ട്. അല്ലെങ്കിലും കാണുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് നോക്കുക കൂടിയില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നോട്ടം. അവിടെ മുഖത്ത് എന്തുകൊണ്ടോ വല്ലാത്ത നാണമെന്നു. നാണത്തോടൊപ്പം വല്ലാത്തൊരു ചിരിയും കൂടി. അഫ്സാനയും കീർത്തിയും ചാരുവും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും മാറിയും തിരിഞ്ഞു നോക്കി. പിന്നെ എന്നിട്ടൊറ്റ വിളി, ഏട്ടോയ്. അതോടെ അനന്തൻ്റെ നോട്ടം നിന്നു. വണ്ടിയിൽ കൂട്ടച്ചിരി മുഴങ്ങി. വീണ്ടും ദക്ഷയെ ഒന്ന് നോക്കാനുള്ള ധൈര്യം അവളുണ്ടായില്ല. കാരണം നാലിൻ്റെ സ്വഭാവം നല്ലവണ്ണം അറിയാം. വെറുതെ പുലിവാല് പിടിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അനന്തൻ നോട്ടം മാറ്റി ദക്ഷയിലേക്കുള്ളവൻ്റെ നോട്ടം നിന്നു. നിശ്ചയമൊക്കെ കഴിഞ്ഞു. അനന്തൻ രാജീവിന് മാലയിട്ട് കൊടുത്തു. മീനൂട്ടിയും രാജീവും പരസ്പരം മോതിരം വിരലുകളിൽ അണിയിച്ചു കൊടുത്തു. ജയറാം പച്ചക്കളർ പട്ടുസാരിയിൽ മീനൂട്ടിയെങ്കിൽ ബാക്കി അനന്തൻ രാഹുലും പച്ചക്കളർ ഷർട്ടും കസവുമുണ്ടും. ബാക്കി എല്ലാം പച്ച ലഹങ്കയിൽ തിളങ്ങി നിന്നു. ആഹപ്പാട് പച്ചമയം. അമ്മമാരെ കൂടി അവർ പച്ചമയാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതോടെ അവർ ശ്രമം ഉപേക്ഷിച്ചു. പക്ഷേ അവരത് കല്യാണത്തിന് ആ ശ്രമം അവർ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നിശ്ചയതര ചടങ്ങൊക്കെ കഴിഞ്ഞു. രാജീവിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നിശ്ചയം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞ് അവർ പെണ്ണിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി. കുറേ ദിവസമായിട്ടുള്ള ഓട്ടമാണ്. അനന്തനാകെ ക്ഷീണിച്ചു. ഭക്ഷണം വിളമ്പിയതൊക്കെ അനന്തനും അവൻ്റെ കൂട്ടുകാരും ആയിരുന്നു. ഇനിയും തീർന്നിട്ടില്ല. കല്യാണം കൂടി കഴിഞ്ഞ് രാജീവിൻ്റെ കയ്യിലേക്ക് അവളെ പിടിച്ചേൽപ്പിച്ച് കൊടുത്താൽ മാത്രമേ തനിക്ക് സമാധാനമുണ്ടാവുകയുള്ളൂ.
അവന് ഇടയ്ക്കെപ്പോഴോ ദക്ഷയെ നോക്കിയപ്പോൾ അവളും കൂട്ടുകാരും കുറച്ച് അലമ്പ് കാണിച്ചിട്ട് കുറേ ആൺകുട്ടികൾ അവരോട് സംസാരിക്കാൻ വന്നു. അവന്മാരുമായിട്ട് ഉടക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അനന്തൻ്റെ വരവ്. അവൻ വരുന്നത് കണ്ടതും എല്ലാം നേരെ വെച്ച് പിടിച്ച് ഓഡിറ്റോറിയത്തിലേക്ക്. പെട്ടെന്നുള്ള ഇവരുടെ പോക്കിൽ ഉടക്കിയവന്മാർക്ക് എന്താ ഇവളുമാർ ഓടിപ്പോയതെന്ന കാര്യം മാത്രം മനസ്സിലായില്ല. പക്ഷേ അത് അനന്തൻ ആ പോക്കിലാണെങ്കിൽ കൂടിയും ഒന്ന് ശ്രദ്ധിച്ചു. അന്നേരം തിരക്കായതിനാൽ ഒന്നും പറയാതെ പോയതായിരുന്നു. വണ്ടിയിൽ കയറിയപ്പോഴേ അവൾ കണ്ടു അനന്തൻ്റെ മുഖം വല്ലാതെ കളിച്ചിരിക്കുന്നു. എന്താണോ കാര്യം അവൾ തന്നോട് തന്നെ ചോദിച്ചു. കൂട്ടുകാരികളെ തോണ്ടി വിളിച്ചു. അനന്തനെ കാട്ടിക്കൊടുത്തു. അവർ നോക്കിയപ്പോൾ കണ്ടു അവരെയും കലിപ്പിച്ച് നോക്കുന്ന അനന്തേട്ട്. അതോടെ നാലും നിശബ്ദരായി. മീനുട്ടി ചോദിച്ചു, എന്തു പറ്റി? 4 പേരും നിശബ്ദരായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എവിടെയെങ്കിലും വന്നാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഇവർക്കാർക്കും അറിയില്ലല്ലോ. ആരോടെങ്കിലും പോയി വഴക്കുണ്ടാക്കണം. അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ ദീക്ഷ? അവൾ ധൈര്യമായിട്ട് അവനെ നിന്ന് നോക്കി. കലിപ്പ് മൂടാണ്, ഇനി എന്തു ചെയ്യും? എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ വയറ് നിറച്ച് കിട്ടും. അതിഭേദം മിണ്ടാതെ ഇരിക്കുന്നതാണ്. അവൾ പതുക്കെ കണ്ണടച്ചു. കാരണം അവൻ്റെ നോട്ടം മുഴുവൻ അവളിലാണ്. കണ്ണു തുറന്ന് നോക്കാനും വയ്യാത്ത അവസ്ഥ. അവൾ കണ്ണടച്ച് പതുക്കെ സീറ്റിലേക്ക് ചാരിക്കിടന്നു. അവൻ ആ കിടത്തമൊക്കെ കണ്ണാടിയിൽ കൂടി കാണുന്നുണ്ട്. അവൾ പതുക്കെ ഉറക്കമായി. ഉറക്കത്തിലെപ്പോഴോ ആ മാറിൽ നിന്ന് ഷാൾ വലിഞ്ഞു മാറി. അവൻ്റെ കണ്ണുകൾ ആ മാറിൽ വല്ലാതെ മുടക്കി. ഉള്ളിലൊരു കുറുമ്പുള്ള ചിരിയോടെ അവൻ അവളിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റി. ഈ പെണ്ണിൻ്റെ കൺട്രോൾ കളയുമല്ലോ. അവൻ ആഹപ്പാട് എന്തോ പോലെ പോയി. എന്നിട്ടും അനുസരണയില്ലാതെ അവൻ്റെ കണ്ണുകൾ പലതവണ അവളെ തെറ്റിച്ചെന്നു. ആകമാരൻ കണ്ണുകൾ ഉടക്കിക്കൊണ്ടേയിരുന്നു. എപ്പോഴോ കണ്ണു തുറന്ന ദക്ഷയറിഞ്ഞു തന്നിലാണ് അനന്തേട്ടൻ്റെ കണ്ണുകൾ. അവളിൽ നിരത്തിയൊരു പുഞ്ചിരി വന്ന് നിറഞ്ഞു. അവൾ പതുക്കെ നേരെയിരുന്നു. എന്നിട്ട് ഷാളെടുത്ത് നേരെയിട്ടു. അപ്പോഴും ആ കണ്ണുകൾ തന്നിലാണെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും അറിയാത്ത മട്ടിലിരുന്നു. അപ്പോഴേക്കും എല്ലാവരും വീടെത്താറായിരുന്നു. വീട്ടിലെത്തി അവർ 4 പേരും മീനുട്ടിയെ വസ്ത്രം മാറ്റാൻ സഹായിക്കാൻ പോയി. മീനുട്ടി വസ്ത്രമൊക്കെ മാറി ഫ്രഷൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് റൂമിലേക്ക് അനന്തൻ്റെ വരവ്. അവൻ ദക്ഷ റൂമിലുള്ള കാര്യം അറിഞ്ഞില്ല. വന്ന് ഇട്ടിരുന്ന ഉടുപ്പ് മാറി വേറെ ഷർട്ട് എടുക്കാനായിട്ട് അലമാര തുറന്നതും ബാത്റൂമിൽ പോയിട്ട് ദക്ഷ പുറത്തേക്ക് വന്നതും ഒരുമിച്ചാണ്. അവിടെ കണ്ണുകൾ അവൻ്റെ മാറിലെ രോമക്കൂട്ടിൽ ഒന്നുടക്കി. ആ മാറിനോട് ചേർന്ന് ഒരു സ്വർണ്ണമല പറ്റിക്കിടപ്പുണ്ട്. അവനും അവളെ ഒന്ന് നോക്കി. 2 കണ്ണുകളും ഒന്നുടക്കി. അനന്തൻ എന്തേ എന്ന് മട്ടിൽ അവളെ നോക്കി. ഒന്നുമില്ല, അവൾ തലകുലുക്കി കാണിച്ചെങ്കിലും ആ മുഖമാകെ ചുവന്നിട്ടൊടുത്തിരുന്നു. അവന് ചിരി വന്നു. അവൻ പതുക്കെ നടന്ന് അവൾക്ക് അരികിലെത്തി. അന്നാദ്യമായി അനന്തൻ ദക്ഷയെ തൻ്റെ പ്രാണനെ സ്പർശിച്ചു. പതുക്കെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആ അധരങ്ങളിൽ തൻ്റെ അധരങ്ങളൊന്ന് ചേർത്തു. ഒരു നനുത്ത ചുംബനം. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അകന്നു മാറി പോവുകയും ചെയ്തു. ഷർട്ടെടുത്തിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. പെണ്ണ് ഷോക്കടിച്ച മാതിരി അന്തം വിട്ട് നിൽപ്പുണ്ട്. മുഖമൊക്കെ കൂടി ചുവന്ന് തൊടുത്ത് ആ മുഖം കണ്ടപ്പോൾ അവൻ എന്തോ പോലെ തോന്നി. അറിയാതെ അവൻ്റെ പാദങ്ങൾ അവൾക്കരികിലേക്ക് വീണ്ടും എത്തി. ഇപ്രാവശ്യം അതൊരു ദീർഘചുംബനമായി മാറി. ദക്ഷയും സ്വയം മറന്ന് അവനിലേക്ക് അലിയാൻ കൊതിക്കുന്ന പെണ്ണായി മാറി. പെട്ടെന്ന് അവൻ അകന്നു മാറി. പാടില്ല, ഇതൊരു കല്യാണ വീടാണ്. എൻ്റെ ദക്ഷ ആരും മോശം പറയാൻ പാടില്ല. അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ച് ആ നെറുകയിൽ ഒരു ചുംബനം കൂടി നൽകി അവന് പുറത്തേക്ക് നടന്നു. രാഹുൽ അപ്പോഴാണ് അവനെ തേടി വന്നത്. അവരും തൊട്ടുപിറകെ കാറിലുണ്ടായിരുന്നു. അവർ യാത്ര ചോദിക്കാൻ വന്നതാണ്. അനന്തൻ, നീ പോകുന്നതിന് മുമ്പ് ദക്ഷയും കൂട്ടുകാരികളെയും ചെമ്പൂട്ടുമനെയും ആക്കിയിട്ട് പോയിക്കൂടെ? അനന്തൻ രാഹുലിനോട് ചോദിച്ചു. രാഹുൽ, അതിനെന്താ, ഞാൻ പോകുന്ന വഴി അവിടെ ഇറക്കിയാൽ പോലും. അയ്യോ, അത് പറ്റില്ലല്ലോ, അച്ഛനും അമ്മയില്ലേ. എങ്കിൽ പിന്നെ വാ, പച്ചക്കറികളെല്ലാം കയറി, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. അനന്തനകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ദക്ഷ ഒറ്റ വിളിയിൽ അവൾ ഓടി അവനരികിലെത്തി. അവനൊന്നുകൂടി അവളെ നോക്കി. ചുവന്ന തക്കാളിപ്പഴം പോലെ ഇട്ടുണ്ട് ചുണ്ടുകൾ. കുറച്ചു മുമ്പ് താൻ നുകർന്ന ആധരങ്ങൾ. ദക്ഷ, എന്തേ അനന്തട്ട? അവളോടി അവനരികിലെത്തി. കൂട്ടുകാരികളൊക്കെ വിളിക്കൂ, രാഹുൽ നിങ്ങളെല്ലാവരും വീട്ടിലാക്കി തരും. അതോടെ ആ മുഖം കാറ്റുപോയ ബലൂൺ പോലെയായി. മുഖം മാറി. ആ മുഖത്ത് ഇപ്പോൾ പോകണമെന്നൊരു മട്ടായി. അവനൊന്ന് കണ്ണുരുട്ടിയപ്പോൾ അവൾ പോകാൻ തയ്യാറായി. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഓക്കെ, ബൈ.